പൊതുവിൽ ലോകം മനസ്സിലാക്കുന്നത് വ്യക്തികളുടെ അവകാശം മാത്രമാണ് പ്രധാനമായിട്ടിരിക്കുന്നത്. അംബേദ്കർ വ്യക്തികളുടെ അവകാശം മാത്രമാണ്. ഇന്ത്യക്കകത്ത് വ്യക്തികൾ രൂപം കൊള്ളുന്നതിന് വേറെ ചില ഘടകങ്ങളുണ്ട്. നമുക്ക് ഒരു വ്യക്തി ഇന്ത്യക്കകത്ത് എങ്ങനെ ഒരു വ്യക്തി രൂപം വെറുതെ ജനിച്ചു വളർന്ന് പള്ളിപ്പുറത്തിൽ പോയി പഠിച്ച് കുറെ അറിവൊക്കെ നേടിയ ഒരു വ്യക്തി ഉണ്ടാവുകയാണ്. അങ്ങനല്ല, ഇന്ത്യയിൽ അങ്ങനെ സംഭവിക്കുകയില്ല. ഇന്ത്യയിൽ വ്യക്തി ഉണ്ടാവുന്നതിന് നിരവധിയായ കാരണങ്ങളുണ്ട്. നിരവധിയായ കാരണം എന്ന് പറഞ്ഞാൽ അവൻ ജനിച്ച ജാതി, ജനിച്ച സമുദായം, ജനിച്ച പ്രദേശം, അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ തൊഴിൽ, അച്ഛൻ്റെ അമ്മയുടെ ആസ്തി തുടങ്ങി നമുക്ക് കാണാൻ കഴിയാത്ത ഇൻവിസിബിളായ കാണാൻ കഴിയാത്ത നിരവധിയായ ഘടകങ്ങളിലൂടെയാണ് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ രൂപം കൊള്ളുന്നത്. അപ്പോൾ കേവലമായിട്ട് വ്യക്തിയാണ്, നീ വ്യക്തിയാണ് ഞാനും വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞാൽ അത് ശുദ്ധ അസംബന്ധമായ കാര്യമാണ്. മറിച്ച് ഓരോ മനുഷ്യനും ജനിച്ചു വളർന്ന പശ്ചാത്തലവും അവൻ്റെ കാസ്റ്റിനുള്ള സമൂഹത്തിലുള്ള സ്റ്റാറ്റസും ഇതൊക്കെ പ്രധാനമാണ്. ഇത് മറ്റവനും ഒരിക്കലും വ്യക്തിയെ നിനക്ക് വെറുതെ നേടിയെടുക്കാൻ കഴിയില്ല. അങ്ങനെ വളരെ അടഞ്ഞൊരു വ്യവസ്ഥയിലൂടെ വ്യക്തികൾ പോലും രൂപം കൊള്ളുന്നതിൽ ജാതിക്ക് കൃത്യമായ പങ്കുണ്ട് എന്നുള്ളത് കൊണ്ട് ജാതീയമായ കാരണങ്ങളാൽ ബഹിഷ്കൃതമായ ജനതയ്ക്ക് പ്രത്യേകമായ അവകാശങ്ങൾ വേണമെന്ന് പറയുന്ന ഒരു യുക്തിയാണ് യഥാർത്ഥത്തിൽ സംവരണത്തിൻ്റെ യുക്തി എന്ന് പറയുന്നത്. ഇതിന് കഴിവുകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിന് നീതിയുമായിട്ടേ ബന്ധമുള്ളൂ. സംവരണത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ നമ്മൾ സമകാലീനമായി കേൾക്കുന്നത് കഴിവ് കെട്ട കുറേ മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന എന്തോ പ്രൊട്ടക്ഷൻ ആയിട്ടാണ് അതിനെ അവർ മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്ന ഒരു കാര്യം, സംവരണം എന്നത് കഴിവിൻ്റെയോ കഴിവുകേടിൻ്റെയോ പ്രശ്നമാണ്. സംവരണം എന്നത് നീതിയുടെ പ്രശ്നമാണ്. നീതി സ്വാഭാവികമായിട്ട് വിതരണം ചെയ്യപ്പെടാത്ത ഇന്ത്യൻ സമൂഹത്തിനകത്ത് നമുക്കൂടി നീതി ലഭ്യമാക്കണമെന്നുള്ള നിയമപരമായ ഉറപ്പ് മാത്രമാണ് സംവരണം. ഇതിനപ്പുറത്തേക്ക് സംവരണത്തിന് വേറെ യാതൊരു അർത്ഥവുമില്ല. പക്ഷേ അതിനെ മുഴുവനും ഇന്ത്യയിലെ ഈ സവർണ ഇൻ്റലക്ച്വൽസ് അതിനെ വളച്ചൊടിച്ച് ഇത് വളരെ വലിയൊരു പ്രശ്നമാണ്. നിങ്ങൾക്കറിയാമോ, ഇന്ത്യൻ ഭരണഘടനയെ ഇന്ത്യയുടെ ചരിത്രത്തിൽ 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന രാഷ്ട്രമായി ഇന്ത്യയെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച 6 മാസത്തിനകം മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു കേസ് വരുന്നു. സംവരണത്തിനെതിരെയുള്ള ഒരു കേസാണ്. ഇന്ത്യൻ ഭരണഘടനയെ ആദ്യമായി വെല്ലുവിളിക്കുന്ന കേസ് സംവരണത്തിനെതിരെയുള്ളൊരു കേസ്. അത് കൊടുത്ത 2 തമിഴ് ബ്രാഹ്മണരാണ് ആ കേസ് കൊടുത്തത്. അപ്പോൾ അവർ കേസ് കൊടുത്ത ഒരു പറഞ്ഞ കാര്യത്രേ ഉള്ളൂ, ഈ പട്ടികജാതിക്കാർക്കൊക്കെ പ്രത്യേക സംവരണം കൊടുക്കുമ്പോൾ, പ്രത്യേകമായ ജോലിക്കൊക്കെ പ്രത്യേകമായ സീറ്റ് മാറ്റി വെക്കുമ്പോൾ ഒരു പൗരൻ എന്ന നിലയിൽ എൻ്റെ അവകാശം ഹരിക്കപ്പെടും. ഒരു പൗരൻ എന്നുള്ള എനിക്ക് കിട്ടേണ്ട സീറ്റ് അവർക്ക് വേണ്ടി അവിടെ മാറ്റി വെച്ചിരിക്കുന്നതാണ് ഈ പറയുന്ന കാര്യം. ഒരു ജനാധിപത്യത്തിൻ്റെ സ്വാഭാവിക യുക്തിയിൽ അത് ശരിയാണ് താൻ. അതുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞു അത് ശരിയാണ്. അവർ പറഞ്ഞു ആ സംവരണത്തിനെതിരെ ആദ്യം ഉണ്ടായ കേസ് ശരിയാണെന്നാണ് ഇന്ത്യൻ കോടതി പറഞ്ഞത്. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി തിരുത്തപ്പെടുന്നത് ഈ സംവരണം പ്രൊട്ടക്ട് ചെയ്തത്. ഇത് ഇന്ത്യയുടെ ചരിത്രം നമ്മളറിയാം. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, അങ്ങനെ ഈ വ്യക്തികളുടെ അവകാശം ഗ്രൂപ്പുകളുടെ അവകാശവും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്നുള്ളൊരു വാദം ഇന്ത്യക്കകത്ത് നേരത്തെ ഉയർന്നു. ഇത് ഒരു വൈരുദ്ധ്യവുമില്ലെന്നും യഥാർത്ഥത്തിൽ വ്യക്തികളുടെ അവകാശം സംരക്ഷിക്കുന്ന അതേ ജാഗ്രതയോടെ ഗ്രൂപ്പുകളുടെ അവകാശവും നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് അംബേദ്കർ പറയുന്നതിലൂടെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വത്തിൽ ഒരു പൊളിച്ചെഴുത്താണ് അംബേദ്കർ. ആ പൊളിച്ചെഴുത്ത് ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് ബാധകമായ കാര്യം. നിങ്ങൾക്കറിയാമോ, നേപ്പാളിൽ പ്രചണ്ഡ എന്ന് പറയുന്ന മാവോയിസ്റ്റിന്റെ നേതൃത്വത്തിൽ അവിടെ ഗവൺമെന്റ് ഉണ്ടായി. അദ്ദേഹം സായുധ സമരമൊക്കെ ഉപേക്ഷിച്ച് ജനാധിപത്യ ഗവൺമെന്റ് ഉണ്ടാക്കി. പ്രചണ്ഡ ഗവൺമെന്റ് ഉണ്ടാക്കിയപ്പോൾ അവിടുത്തെ മതേസികൾ ഒരു ആവശ്യം ഉന്നയിച്ചു. മതേസികൾ ചോദിച്ചു, നമ്മുടെ പ്രതിനിധികൾ എത്ര പേരുണ്ട് എന്ന്. മതേസികൾ അവിടുത്തെ പ്രിമിറ്റീവ് ജനവിഭാഗം. അപ്പോൾ പ്രജന്റ് പറഞ്ഞു, നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഉണ്ടല്ലോ, നമ്മുടെ പ്രതിനിധികളായിട്ട് 100 പേര്. അതല്ല ചോദിച്ചത്, മതേസി വിഭാഗത്തിന് എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. അതുകൂടി പരിഹരിച്ചിട്ട് നീ ഭരിച്ചാൽ മതി. ഈ സാധനം, ഈ ചോദ്യം ഞങ്ങൾക്ക് കിട്ടിയത് അംബേദ്കറിൽ നിന്നാണെന്ന് മതേസികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഈ അവഗണിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് അധികാരത്തിലേക്ക് പോകാൻ കഴിയുന്നൊരു യുക്തി ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് അംബേദ്കർ. അതുകൊണ്ടാണ് ഇന്ന് ലോകം അംബേദ്കറിലേക്ക് ഉറ്റുന്നു. അതല്ലാതെ കേവലമായി കേരളത്തിലെ ഐത്തജാതിക്കാരുടെ എന്തോ അവകാശത്തിന് വേണ്ടി പടപൊരുതിയ നേതാവെന്ന നിലക്കല്ല. ലോകത്തിന് തിരിച്ചറിയാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളും ലോകത്തെ തിരിച്ചറിവിലേക്ക് കൊണ്ടുപോകുന്ന വിധം പ്രായോഗികമായും സൈദ്ധാന്തികമായും രാഷ്ട്രീയമായും ഓപ്പറേറ്റ് ചെയ്ത ഒരു ബഹുമുഖ വ്യക്തിത്വം എന്ന നിലയിലാണ് അംബേദ്കർ എന്ന ലോകത്തിന് സ്വീകാര്യനായത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് 1919 അദ്ദേഹം സൗത്ത് ബോറോ കമ്മിറ്റിക്ക് കൊടുക്കുന്ന ഒരു നിവേദനത്തിൽ പറയുന്നൊരു കാര്യം,
ജനാധിപത്യത്തിൽ അഭിപ്രായത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ, അഭിപ്രായത്തിൻ്റെ, നമ്മുടെ നാട്ടിലൊക്കെ അഭിപ്രായത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ്റെ പൊളിറ്റിക്സാണ്. അതായത് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ കോട്ടയം നിയോജകമണ്ഡലത്തിലുള്ള ആളാണ്. ഈ കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി എൻ്റെയും കൂടി അഭിപ്രായമുള്ള ഒരാളാണ്. ഇതാണ് അതിൻ്റെ സങ്കല്പത്തിൽ എൻ്റെ അഭിപ്രായം കൂടി പ്രതിനിധീകരിക്കുന്ന ആളായിട്ടാണ് ജോസ് കെ മാണി നമുക്ക്. അംബേദ്കർ പറയുന്നൊരു കാര്യം, ഈ അഭിപ്രായങ്ങളുടെ റെപ്രസെൻറ്റേഷൻ എന്തായാലും ജനാധിപത്യത്തിൽ വേണം. പക്ഷെ അത് ജനാധിപത്യത്തിൻ്റെ 50% ആകുന്നു. ഈ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുടെ റെപ്രസെൻ്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം, കോൺഗ്രസിൻ്റെ അഭിപ്രായം, കേരള കോൺഗ്രസിൻ്റെ അഭിപ്രായം, അങ്ങനെ വ്യത്യസ്ത പാർട്ടികളുടെ അഭിപ്രായം പാർലമെൻറ്റിലേക്ക് എത്തിക്കാൻ ആ അഭിപ്രായങ്ങൾ എത്തേണ്ടത് അതാ പക്ഷെ 50% ആകുന്നുള്ളൂ. മറിച്ച് ഇത്രയും വ്യത്യസ്തമായ ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഇന്ത്യക്കകത്ത് ഈ വ്യത്യസ്തമായ ജനവിഭാഗങ്ങളുടെ പ്രതിനിധികൾ പാർലമെന്റിൽ എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുമ്പോൾ മാത്രമേ ജനാധിപത്യം പൂർണ്ണമാവുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ അഭിപ്രായത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ മാത്രം പോരാ, മനുഷ്യരുടെ വ്യത്യസ്തതകളുടെ റെപ്രസെൻറ്റേഷൻ കൂടി വേണമെന്ന, അത് ജനാധിപത്യത്തിന് തികച്ചും ഭിന്നമായ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ തിയറിയാണ്, ഒരു രാഷ്ട്രീയ സിദ്ധാന്തമാണ്. മറ്റാർക്കും അന്ന് പറയാൻ കഴിയാതിരുന്ന, ഗാന്ധിയൊക്കെ അന്ന് വാശി പിടിച്ചത് ഞാൻ ഇന്ത്യ മുഴുവൻ ഞാനാണ് പ്രതിനിധീകരിക്കുന്നതാണ്, വേറെ ഒരൊറ്റ മനുഷ്യനും വേണ്ട, ഞാൻ എല്ലാവരും പ്രതിനിധീകരിക്കുകയാണെന്നുള്ള അന്ധവിശ്വാസത്തിൽ ജീവിച്ച ആളാണ് ഗാന്ധി. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ റിയലിസ്റ്റിക് ആയ ബോധത്തിൽ നിന്നുകൊണ്ട് അംബേദ്കർ പറഞ്ഞത് ഈ അഭിപ്രായങ്ങളുടെ റെപ്രസെൻറ്റേഷൻ മാത്രമാണ് ജനാധിപത്യമെങ്കിൽ സംഭവിക്കുന്ന കാര്യം എല്ലാ കാലത്തും ഈ പറഞ്ഞ ബ്രാഹ്മണരോ സവർണരോ നമ്മളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ പോകണ്ടല്ലോ, അഭിപ്രായം അവിടെ പറഞ്ഞാൽ മതി, നമ്മുടെ അഭിപ്രായം അവർ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ പോകേണ്ട കാര്യമില്ല. ഈ ഒരു ടാക്ടിക്സിനെയാണ്, ഈ ഒരു സ്ട്രക്ചറിനെയാണ് ഈ വിഭാഗങ്ങളുടെ റെപ്രസെൻറ്റേഷൻ കൊണ്ട് ഉറപ്പുവരുത്തുമ്പോഴേ ജനാധിപത്യം പൂർണ്ണമാകുന്നുള്ളൂ എന്ന് അംബേദ്കർ പറയുമ്പോൾ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ശിലയെ പൊളിച്ചെഴുതുകയാണ് അംബേദ്കർ ജനാധിപത്യം എന്ന സങ്കല്പനത്തെ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വ്യത്യസ്തമായ ജനവിഭാഗങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിയൊരു കാര്യമായി ജനാധിപത്യം എന്ന് പറയുന്ന സങ്കല്പത്തെ മാറ്റുകയാണ്. ഈ നിലക്ക് അതുകൊണ്ടാണ് അംബേദ്കർ ഇന്ന് ലോകവ്യാപകമായി വായിക്കപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്നത്. ഈ ശ്രീലങ്ക പോലുള്ള സ്ഥലത്ത് നമ്മൾ ലോകത്തിലെ മിക്കവാറും എല്ലാ രാഷ്ട്രങ്ങളിലും വംശീയ വിഭാഗങ്ങൾ, മതവിഭാഗങ്ങൾ തമ്മിൽ വലിയ യുദ്ധമാണ്. പണ്ട് ഒരു പക്ഷേ 20ാം നൂറ്റാണ്ടിൻ്റെ ആദിമ ദശകൾ സാമ്പത്തിക അസമത്വത്തിനെതിരെ വലിയ യുദ്ധങ്ങൾ നടന്നെങ്കിൽ ഇന്നിപ്പോൾ സാമ്പത്തിക അസമത്വത്തിനെതിരെ കാര്യമായ യുദ്ധമൊന്നും നടക്കുന്നില്ല. അത് നിരവധിയായ കാരണങ്ങളുണ്ട്. പക്ഷേ ഈ പറയുന്ന ട്രേഡ് യൂണിയൻ നേതാക്കളോടൊന്നും നമ്മളിത് പറഞ്ഞവർക്ക് പക്ഷേ അത് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇന്ന് ലോകത്ത് ഒരു സ്ഥലത്തും സാമ്പത്തിക അസമത്വത്തിനെതിരായ കാര്യമായ യുദ്ധമൊന്നും നടക്കുന്നില്ല. ഇപ്പം നമുക്കിപ്പോൾ കേരളത്തിൽ നമ്മൾ കേരളീയരാണ്. കേരളത്തിൽ നമുക്കറിയാം, നിങ്ങളെ കുറച്ചുകൂടി യങ്സ്റ്റേഴ്സ്, അതിൻ്റെയൊക്കെ പ്രായമുള്ള 50 കഴിഞ്ഞവർക്കറിയാം, 70-ലൊക്കെ 3 രൂപ കൂലി 3.5 രൂപയാക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 17 രക്തസാക്ഷികളുണ്ടായൊരു സ്ഥലമാണ്. 1.5 രൂപ ഒരാൾക്ക് കൂലിക്കൂടിന് വേണ്ടിയിട്ടാണ് 70 നടന്നൊരു വലിയ സമരവും പ്രക്ഷോഭവും. എന്നാൽ കഴിഞ്ഞ 25 വർഷമായിട്ട് ഏതാണ്ട് 10-20 മടങ്ങ് കൂലി കൂടുതൽ കേരളത്തിലുണ്ട്. ആരും സമരം ചെയ്തിട്ടില്ല, ഒറ്റ മനുഷ്യൻ സമരം ചെയ്തില്ല. 150 രൂപ, ഇപ്പോൾ 700 രൂപയാണ് ഒരു സാധാരണ മീനിയൽ ലേബർ. അപ്പോൾ ഇത് ആരും സമരം ചെയ്യാതെ അങ്ങനെ പുതിയൊരു അന്തരീക്ഷം രൂപം. അതുകൊണ്ട് ലോകത്തെവിടെയും ഇന്ത്യയിലെവിടെയും സാമ്പത്തിക അസമത്വത്തിനെതിരായ വലിയൊരു യുദ്ധം, മറിച്ച് സാമൂഹിക അന്തസ്സിന് വേണ്ടിയുള്ള യുദ്ധമാണ് നടക്കുന്നത്. അംബേദ്കർ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾ കൂടുതൽ ഭൂമിക്കോ കൂടുതൽ പൈസയ്ക്കോ വേണ്ടി കൂലിക്കോ വേണ്ടിയല്ല ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്, ഞങ്ങളുടെ യുദ്ധം സാമൂഹികമായ അന്തസ്സിന് വേണ്ടിയാണെന്ന് വർഷങ്ങൾക്ക് മുമ്പ് അംബേദ്കർ പ്രഖ്യാപിച്ചു. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, അങ്ങനെ ലോകത്തിലെ വ്യത്യസ്തമായ രാഷ്ട്രങ്ങളെ നമ്മൾ നോക്കിയാൽ ആ രാഷ്ട്രങ്ങളിലെല്ലാം മതവിഭാഗങ്ങൾ, വംശീയ വിഭാഗങ്ങളൊക്കെ തമ്മിൽ കടുത്ത യുദ്ധത്തിലാണ്. ആഫ്രിക്കയിൽ നിന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ, ഈ പ്രദേശത്തു നിന്നുള്ള ഗൾഫ് പ്രദേശത്തുള്ള റിപ്പോർട്ടുകളൊക്കെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ മതവിഭാഗങ്ങൾ തമ്മിലും വംശീയ വിഭാഗങ്ങൾ തമ്മിലും ഗോത്രങ്ങൾ തമ്മിലുള്ള നിരന്തരമായ യുദ്ധത്തിലൂടെയാണ് ലോകം കടന്നുപോകുന്നത്. ഇങ്ങനെ ഒരു ഭൂപ്രദേശത്തിനുള്ളിൽ തന്നെ ജീവിക്കുന്ന വ്യത്യസ്തമായ സാമൂഹിക വിഭാഗങ്ങളെ, മതവിഭാഗങ്ങളെ, വംശീയ വിഭാഗങ്ങളെ ഒരു രാഷ്ട്രത്തിനുള്ളിൽ എങ്ങനെ കോപ്റ്റ് ചെയ്യാം
എങ്ങനെ അക്കമഡേറ്റ് ചെയ്യാമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന അതിന് ലോകത്തുള്ള ഒരേ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഏറ്റവും സമഗ്രമായ ഒരു ഉത്തരം. ഇന്ത്യ പോലെ ഇത്രയും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സ്ഥലം, ആയിരക്കണക്കിന് ഭാഷ, ആയിരക്കണക്കിന് ഭക്ഷണ രീതികൾ, വസ്ത്രധാരണം, ജാതി, മതം എന്ന് തുടങ്ങി നിരവധിയായി ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഈ ജനവിഭാഗത്തെ മുഴുവനും ആധുനിക ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിലേക്ക് കോപ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരാളാണ്. ഇതൊരു മാതൃകയാണ്. ഇത് നിസ്സാരമായൊരു കാര്യമല്ല. ഒരു പക്ഷേ ഇന്ത്യ വലിയൊരു ആഭ്യന്തര യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇത്തരമൊരു ഭരണഘടന ഇന്ത്യയിൽ ഉണ്ടായതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാം, ഗാന്ധി അംബേദ്കർ ആദ്യമായി കാണുമ്പോൾ ആദ്യം പറയുന്ന വാചകം, ഗാന്ധി എനിക്കൊരു മാതൃരാജ്യം, എനിക്ക് പോകാനൊരു മാതൃരാജ്യമില്ല എന്ന് പറഞ്ഞ ആളാണ് അംബേദ്കർ. ആ അംബേദ്കറിൽ നിന്നും കാര്യങ്ങൾ വളർന്ന് ഇന്ത്യയിൽ എല്ലാവർക്കും ജീവിക്കാവുന്ന ഒരു സ്ഥലമായി ഇന്ത്യയെ ഭാവന ചെയ്യുകയും അതിന് ഒരു നിയമവ്യവസ്ഥ, ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കി സംഭാവന ചെയ്യുകയും ചെയ്തതിലൂടെ ലോകത്തിന് വലിയൊരു പാഠം അംബേദ്കർ കൊടുക്കുകയും. അംബേദ്കർ ചെയ്ത ഒറ്റ കാര്യമുള്ളൂ, സമൂഹത്തിനകത്ത് വ്യത്യസ്തതകൾ ഉണ്ടാവാം, ആ വ്യത്യസ്തതകളെ ശത്രുതയാക്കി മാറ്റി സമൂഹം ശിഥിലീകരിക്കപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് എല്ലാ വിഭാഗങ്ങൾക്കും നീതി ഉറപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് ആ പ്രദേശത്ത് ജീവിക്കാനുള്ള അവസരമാണ് ഉണ്ടാക്കേണ്ടത് എന്ന ജനാധിപത്യത്തിൻ്റെ പുതിയൊരു ഭാഷ്യം ലോകത്തിന് സംഭാവന ചെയ്തത് അംബേദ്കറാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കറിൻ്റെ അടിസ്ഥാന ദർശനങ്ങൾ, അതായത് സമൂഹത്തെ സംബന്ധിച്ച സങ്കല്പനങ്ങൾ, രാഷ്ട്രത്തെ സംബന്ധിച്ച സങ്കല്പനങ്ങൾ, നീതിയെ സംബന്ധിച്ച സങ്കല്പനങ്ങളൊക്കെ തന്നെ ഇന്ത്യയിലെ ദളിതർക്കെന്നല്ല, ഇന്ത്യക്കെന്നല്ല, ലോകത്തിന് തന്നെ ബാധകമായ യൂണിവേഴ്സൽ ഐഡിയാസിൻ്റെ സാർവലൗകികമായ ദർശനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് അംബേദ്കർ ഇന്ന് UN ജന്മദിനം ആഘോഷിക്കപ്പെടുന്ന വിധം ഉള്ള ഒരു സാർവദേശീയ വ്യക്തിത്വമായി മാറിയിരിക്കും. ഇതിൻ്റെ ഒരു ജീനിയോളജി കൂടി നാം കാണേണ്ടത്, ഇന്ത്യയിൽ സ്റ്റേറ്റ് സ്പോൺസർ ചെയ്യാതെ ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഒരേ ഒരു മനുഷ്യൻ ഡോക്ടർ BR അംബേദ്കർ മാത്രമാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒട്ടനവധി നേതാക്കളെ നമുക്കറിയാം, ഗാന്ധി, നെഹ്റു, പട്ടേൽ, ഇവരെല്ലാം യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ അതിജീവിച്ചത് സ്റ്റേറ്റിൻ്റെ ഒരു സ്പോൺസർഷിപ്പ്. ഗവൺമെൻറ് എല്ലാ വർഷവും അവരുടെ ജന്മദിനം ആഘോഷിക്കുന്നു, വളരെ വലിയ പ്രമുഖരൊക്കെ വരുന്നു, കോടിക്കണക്കിന് രൂപ മുടക്കി അവരുടെ സ്റ്റാച്യൂസ് നിർമ്മിക്കുന്നു, പല സ്ഥലത്ത് നിർമ്മിച്ച് കിട്ടുന്നു. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഓർമ്മയിലുള്ളത്. നമുക്കറിയാവുന്നൊരു കാര്യം, 91-ൽ അംബേദ്കറിൻ്റെ 100ാം ജന്മവാർഷികം ആഘോഷിക്കുന്നതിന് മുൻപ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ സ്റ്റേറ്റ് ഒരു ഘട്ടത്തിലും അംബേദ്കർ ജന്മദിനം ആഘോഷിക്കുകയോ അംബേദ്കറിസത്തെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. 1987-ൽ 86-87 കാലത്ത് മഹാരാഷ്ട്ര ഗവൺമെൻറ് അംബേദ്കറിൻ്റെ പുസ്തകം പുറത്തു കൊണ്ടുവരാൻ നടത്തിയ ശ്രമം ഒഴികെ പിന്നെ ആരായിരിക്കും ഈ അംബേദ്കറിൻ്റെ ഓർമ്മകളെ ചരിത്രത്തിൽ നിലനിർത്തിയെന്ന് അന്വേഷിച്ചാൽ തീർച്ചയായും വളരെ സാധാരണക്കാരായിട്ടുള്ള ബഹിഷ്കൃത സമുദായങ്ങളാണ് അംബേദ്കറിൻ്റെ ഓർമ്മയെ നിലനിർത്താൻ ശ്രമിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നാം കാണുന്നു. സ്റ്റേറ്റ് ഉപേക്ഷിച്ച, ഇന്ത്യയിലെ എലൈറ്റ് ക്ലാസ് ഉപേക്ഷിച്ച, എലൈറ്റ് ഇൻ്റലക്ച്വൽസ് ഉപേക്ഷിച്ച, യൂണിവേഴ്സിറ്റികൾ ഉപേക്ഷിച്ച, സ്കൂളുകൾ ഉപേക്ഷിച്ച, പള്ളിക്കൂടത്തിൽ പഠിച്ചിട്ട് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് പുറത്തു വരുന്ന വിദ്യാർത്ഥി അംബേദ്കർ എന്നൊരു പേരേ കേട്ടിട്ടുണ്ടാവില്ല 60-കളിൽ 70-കളിൽ. ഇപ്പോഴാണ് ഒരു ചെറിയ പാഠം, ഒരു അരപ്പാഠം പോലെ ഒരു സാധനം വരുന്നത്. എന്നാൽ 2ാം ക്ലാസ്സിൽ പഠിക്കും, 1ാം ക്ലാസ്സിലൊരു കുട്ടി പ്രവേശിക്കുമ്പോഴേ ഗാന്ധി എന്ന് കേട്ടത്. വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെയാണ് ഗാന്ധി ഒരു വലിയ ഇമേജായിട്ട് ഓരോ കുട്ടിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഏറ്റവും എല്ലാ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഗാന്ധി എന്ന വാക്ക് കേട്ടിരിക്കുന്നു. എന്നാൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി പോലും, +2-ന് പഠിക്കുന്ന ഒരു സാധാരണ കുട്ടി അംബേദ്കർ ഒന്നും കേട്ടുകൊള്ളണമെന്നില്ല. അവിടെ നമ്മുടെ സ്കൂൾ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അംബേദ്കറിൻ്റെ വലിയൊരു ബ്ലോക്കാണ് സൃഷ്ടിച്ചത്. അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇപ്പോൾ അംബേദ്കറെ കുറിച്ചൊക്കെ പറയും. ഇപ്പോൾ അഭിലാഷിൻ്റെ ഒരു ജീവിതം മുഴുവനും അംബേദ്കറിസത്തിന് വേണ്ടി നിന്നൊരാളാണ്. ഒരു ജോലി പോലും വാങ്ങാതെ ആ നിലക്ക് 24 മണിക്കൂറും രാപകലില്ലാതെ അംബേദ്കറിസം. ഇതൊന്നും സ്കൂളിൽ നിന്ന് പഠിച്ചല്ല. അംബേദ്കറെ പഠിച്ചപ്പോൾ അദ്ദേഹം മറ്റേ പഠിത്തം നിർത്തുകയായിരുന്നു. അദ്ദേഹം കാരണം എഞ്ചിനീയർ ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്. അത് അംബേദ്കർ ആവേശിച്ചതോടെ എഞ്ചിനീയർ എന്നുള്ള പണിയാണ് വേണ്ടെന്ന് വെച്ചാൽ, അത് അല്ലാതെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചപ്പോൾ കിട്ടിയതല്ല അംബേദ്കറെ കുറിച്ചൊരു വാക്യം. ഇത് നമ്മൾ അറിയണം. ഇത് വല്ലാത്തൊരു സ്ട്രക്ചറാണ്. അപ്പം ഗാന്ധിയെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അറിയുകയും BA-ക്ക് പഠിക്കുന്ന ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി അംബേദ്കറെ കുറിച്ച് അറിയാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സെഗ്രിഗേഷനായി, ഒരു
മാറ്റി നിർത്തലായി നാം കാണാം. അങ്ങനെ രാഷ്ട്രം പരിശ്രമിച്ചിട്ടും ഒരു പാഠപുസ്തകത്തിൽ പേര് പോലും വരാതിരിക്കാൻ ഇന്ത്യൻ രാഷ്ട്രം ശ്രദ്ധിച്ചിട്ടും ഇന്ത്യയുടെ ഓർമ്മകളിലേക്ക് അംബേദ്കർ നിലനിന്നത് ഇന്ത്യയിലെ കീഴാള ജനവിഭാഗങ്ങളുടെ ഒരു ദൈക്ഷിണ്യതയിലാണ് നമ്മൾ കാണുന്നത്. അവരുടെ ഒരു ഇന്റലക്ച്വാലിറ്റിക്കകത്താണ് അംബേദ്കർ നിലനിന്നത്. ഇന്ത്യയിലെ ഓരോ ഗ്രാമങ്ങളിലും അംബേദ്കർ ഒരു വികാരമായി പടരുകയും അത് വളരെ ദരിദ്ര നാരായണന്മാരായ മനുഷ്യരെന്ന് വിളിക്കാവുന്ന വിധം പരമദരിദ്രരായ കോളനി നിവാസികളാണ് നാളിതുവരെ അംബേദ്കറുടെ ജന്മദിനം 90-കൾ വരെ ആഘോഷിച്ചതെങ്കിൽ ഇന്ന് ഐക്യരാഷ്ട്രസഭ ആഘോഷിക്കുന്നതിലേക്ക് എത്തുന്നു എന്നത് തികച്ചും അഭിമാനകരമായ കാര്യമാണ്. അപ്പോഴും നാം നമ്മുടെ ജാഗ്രത കൈവിടിയരുത്. അംബേദ്കറെ ചരിത്രത്തിലേക്ക് നമ്മൾ ഒരു ജനവിഭാഗം എന്ന നിലയിൽ ആനയിക്കുമ്പോൾ അംബേദ്കറെ സംബന്ധിച്ച പുതിയ ഭാവനകളാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. ഈ ഭാവനകളെ ഇല്ലാതാക്കുന്ന, ഈ ഭാവനകളെ അസ്തമിപ്പിക്കുന്ന ഒരു പ്രവണതയും നാം അംഗീകരിച്ചുകൂടാ എന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ഞാൻ പറയുന്നത് ഇങ്ങനെ കീഴ്ത്തട്ടിൽ നിന്നുള്ള പരിശ്രമങ്ങളിലൂടെ ചരിത്രത്തിൻ്റെ ഓർമ്മകളിൽ നിലനിന്ന അംബേദ്കർ ഇന്ന് ഇന്ത്യക്കെന്നല്ല ലോകത്തെ ഏത് രാഷ്ട്രത്തിനും ആ രാഷ്ട്രത്തിനകത്തുണ്ടാകുന്ന സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് ഉത്തരം തേടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ദർശനത്തിൻ്റെ ഉടമയാണ് അംബേദ്കർ എന്ന നിലക്കാണ് ഞാൻ ഈ വേദിയിൽ അംബേദ്കറെ നിങ്ങളുമായി അംബേദ്കറുടെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ. ഇതിനൊരു കാരണം ഡോക്ടർ അംബേദ്കർ തന്നെയാണ് അതിൻ്റെ ഏറ്റവും മഹത്തായ ഉദാഹരണം. അംബേദ്കർ നമ്മളെ പഠിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, അംബേദ്കറുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട ചിന്താധാരകളുമായി നേരിട്ട് സംവദിച്ചുകൊണ്ടാണ് അദ്ദേഹം അഭിപ്രായം. ബെർട്രാൻഡ് റസലിനെതിരെ ഒരു ലേഖനം അംബേദ്കറിൻ്റെതായിരുന്നു. ജർമ്മനിയിൽ ഹിറ്റ്ലർ ഫാസിസ്റ്റ് അധികാരം സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനമായ തത്വചിന്താ പദ്ധതി ലോകത്തിന് സംഭാവന ചെയ്ത നീഷെ എന്ന് പറയുന്ന ചിന്തകനാണ്. നീഷെ എന്ന് പറയുന്ന തത്വചിന്തകൻ്റെ സൂപ്പർമാൻ എന്നുള്ള സങ്കല്പം ജനാധിപത്യ വിരുദ്ധവും മനുഷ്യവിരുദ്ധവുമാണെന്നുള്ള നിരീക്ഷണം അംബേദ്കർ നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ലോകം ആദരിക്കുന്ന ചിന്തകന്മാരെയും ലോകം ആദരിക്കുന്ന രാഷ്ട്രീയ ധാരകളെയും എല്ലാം നിരന്തരമായി പരിശോധിച്ചുകൊണ്ടും അതിനോട് സംവദിച്ചുകൊണ്ടുമൊക്കെയാണ് ഡോക്ടർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളെ സ്വരൂപിച്ചത്. എന്ന് പറയുന്നത് പോലെ തന്നെ സമകാലീന ലോകത്ത് നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അംബേദ്കറൈറ്റുകളാണെങ്കിൽ നാം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇന്ന് ലോകത്ത് വളരെ സജീവമായിരിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ ആശയങ്ങളോട് ഏറ്റുമുട്ടുവാനും അതുമായി സംവദിക്കുവാനും അംബേദ്കറൈറ്റുകൾ എന്ന നിലയ്ക്ക് ഒരു പൊസിഷൻ, രാഷ്ട്രീയമായ സാമൂഹികമായ ഒരു നിലപാടെടുക്കുവാനും ആ നിലപാടുകളിലൂടെ ഒരു ജനതയുടെ അഭിമാനത്തെ, ആത്മാഭിമാനത്തെ വാനോളം ഉയർത്തുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മൾ ഈ ഭൂതകാലത്തെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ കാര്യങ്ങൾ മുന്നോട്ടെടുക്കാൻ കഴിയില്ല. മറിച്ച് ഇന്ന് സമകാലീനമായ ലോകത്ത് ഡോക്ടർ അംബേദ്കറിന്റെ ആശയങ്ങളെ പിൻപറ്റുന്നവരെന്ന നിലയിൽ നാം ചെയ്യേണ്ടത് ഇന്ന് ഇന്ത്യയിൽ വളരെ ശക്തമായിരിക്കുന്ന ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ, ഇന്ത്യയിലെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഹിന്ദുത്വം പിടിമുറുക്കുന്ന സമകാലീനമായ സാഹചര്യത്തിൽ ഇന്ത്യക്ക് കുതറി മാറാൻ കരുത്തേകുന്ന ഒരേ ഒരു ആശയപ്രപഞ്ചം ഇന്ത്യക്ക് സംഭാവന ചെയ്തത് ഡോക്ടർ BR അംബേദ്കർ ആണ് എന്ന കാര്യം അടിവരയിട്ട് പറയുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ വിചാരിക്കുന്നത് സമകാലീന ഇന്ത്യയിൽ ഐ ആം ആൻ അംബേദ്കറൈറ്റ് എന്ന് പ്രഖ്യാപിക്കുന്നത് തന്നെ വലിയ റവല്യൂഷണറി ആയിട്ടുള്ള ഒരു പൊസിഷനായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു അംബേദ്കറൈറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ഹിന്ദുത്വ ഭീകരതയെ ഞാൻ അംഗീകരിക്കുന്നില്ലെന്നും ഇതിൻ്റെ അടിസ്ഥാനപരമായ തത്വചിന്താ പദ്ധതിയെ ഞാൻ നിരാകരിക്കുന്നു എന്നുകൂടി അതിനർത്ഥമുണ്ട്. അങ്ങനെ സമകാലീനമായി അംബേദ്കറൈറ്റ് ആയിരിക്കുകയും സമകാലീനമായ സാമൂഹ്യ രാഷ്ട്രീയ മാറ്റങ്ങളെ നോക്കിക്കാണുകയും അംബേദ്കർ എങ്ങനെയാണ് ലോകത്തെ വിഭാവന ചെയ്തത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും നീതി ലഭ്യമാവുന്ന ഒരു സമൂഹത്തെ ആണ് അംബേദ്കർ ഭാവന ചെയ്തതെങ്കിൽ ഇനിയും അത്തരമൊരു സമൂഹം സാധ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദളിതർക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്കും നീതി കൊടുക്കുന്ന ഒരു ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളേണ്ടത് എന്ന് അംബേദ്കറൈറ്റ് മൂവ്മെന്റ് ഉറപ്പിച്ചു പറയേണ്ടതുണ്ട്. അങ്ങനെ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും നീതി എന്നുള്ള വാക്യത്തിനകത്ത് നമ്മളുടെ അവകാശം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രവണത ചരിത്രത്തിനുണ്ട് എന്ന കാര്യത്തിൽ നാം ജാഗ്രത പുലർത്തേണ്ടത്. എല്ലാവർക്കും നീതി ഒക്കെ കൊടുത്തു വരുമ്പോൾ മിച്ചം നമുക്ക് മാത്രമാണ് ഒന്നും കിട്ടാതെ വരും. അത് ചരിത്രത്തിൻ്റെ ഒരു പ്രതിഭാസമാണ്. കാര്യങ്ങൾ എല്ലാവർക്കും കൊടുത്ത് ഏറ്റവും അവസാനം വരുമ്പോൾ
ഇപ്പോൾ ഭൂമി എല്ലാവർക്കും കൊടുത്തതിൻ്റെ അവസാനം നമുക്ക് തരാനായിട്ട് വന്നപ്പോൾ ഭൂമിയില്ല, ആദിവാസിക്ക് കൊടുക്കാനായപ്പോൾ ഭൂമിയില്ല, പിന്നെയും കൊടുത്ത് തിരിച്ചു വരുമ്പോൾ നമുക്ക് തരാണ്ട് ഭൂമി. ഇനി വ്യവസായമൊക്കെ കൊടുത്ത് തിരിച്ചു വന്നു കഴിയുമ്പം നമുക്ക് മെഴുകുതിരി കമ്പനിക്ക് അപ്പുറത്തേക്ക് നമുക്ക് സ്കോപ്പില്ല എന്നുള്ളതാണ് നമ്മളൊരു യുക്തി. അങ്ങനെ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ യുക്തി എപ്പോഴും നമ്മളെ ആശ്രിതരായി നിർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജനത എന്ന നിലയിൽ സ്വന്തം കാലിൽ നിൽക്കുന്നവരായി സ്വയം മാറുക എന്നുള്ള, സ്വാശ്രയരായി സ്വയം മാറുക എന്നുള്ളൊരു ഭാവിയെ നാം മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാനത് പറയുന്നത്, ഇനിയുള്ള കാലത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ വളരെ ആസൂത്രണം ചെയ്ത പദ്ധതികളോടെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിങ്ങൾ പ്രത്യേകിച്ച് അംബക്രൈറ്റ് ഇന്നവേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ സംഘാടകരും നേതാക്കളും പ്രവർത്തകരുമൊക്കെ യങ്സ്റ്റേഴ്സാണ്, പുതിയൊരു ദേശകാലത്ത് ജീവിക്കുന്നവരാണ്, പുതിയ ഭാവനാശേഷിയുള്ളവരാണ്. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന സമര പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന സാമൂഹ്യമായ ഇടപെടൽ മാത്രമല്ല, മറിച്ച് സമൂഹത്തിന് കൊടുക്കുന്ന പ്രധാനപ്പെട്ട മെസ്സേജുകൾ, അത് വിദ്യാഭ്യാസ രംഗത്തായാലും സാമ്പത്തിക രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും സാമൂഹിക രംഗത്തായാലും ഒരു അന്തസ്സുള്ള ഒരു ജനവിഭാഗമായി ഈ ജനവിഭാഗത്തെ പരിവർത്തനപ്പെടുത്തുന്ന ഒരു ആസൂത്രണവും ദർശനവും ഭാവിയെ സംബന്ധിച്ച ഒരു ഭാവനയുമാണ് ഇന്ന് സമൂഹം ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ ഇന്ത്യ പോലെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അനേകായിരം മൂവ്മെൻറ്റുകൾ കടന്നു പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ള സ്ഥലത്ത് ഒരുപക്ഷെ ആ പ്രവാസി ലോകത്ത് കടന്നു വരികയും ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ സ്വന്തം രക്തബന്ധുക്കളെ കണ്ടെടുക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ സമുദായത്തെ മറ്റൊരു നിലക്ക് ഭാവന ചെയ്യുവാനും ആ നിലക്ക് വലിയൊരു മെസ്സേജ്, അതായത് അതിജീവനത്തിൻ്റെ പുതിയൊരു മെസ്സേജ്, നമ്മൾ എങ്ങനെയെങ്കിലും അതിജീവിച്ചാൽ പോരാ, അന്തസ്സായി അതിജീവിക്കണമെന്ന് ഡോക്ടർ അംബേദ്കർ പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും അതിജീവിച്ചത് കൊണ്ട് അത് നല്ലതായിക്കൊള്ളണമെന്നില്ല, അന്തസ്സായി തന്നെ അതിജീവിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ജനവിഭാഗം എന്ന നിലയിൽ അന്തസ്സായി അതിജീവിക്കുവാനും സ്വാശ്രയമായി നിൽക്കുവാനും മറ്റുള്ളവരോട് മുഖാമുഖം സംസാരിക്കുവാനും നീതി ഉറപ്പ് ചെയ്യുവാനും കഴിയുന്ന പുതിയൊരു ആവേശം, പുതിയൊരു ഭാവന, പുതിയൊരു ചരിത്രബോധം നമ്മുടെ ജനതയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ നാം എടുക്കേണ്ടത്. ഓരോ അംബക്രൈറ്റുകളും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു ചരിത്രഘട്ടത്തിലാണ് നിൽക്കുന്നത്. അംബേദ്കർ ലോകത്തിന് തന്നെ വെളിച്ചമായി മാറിക്കൊണ്ടിരിക്കുന്ന സമകാലീനമായ ഈ സാഹചര്യത്തിൽ ഈ വെളിച്ചം കെടാതെ സൂക്ഷിച്ച ഒരു ജനവിഭാഗത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി അംബേദ്കറെ ആഖ്യാനം ചെയ്യുവാനും സമകാലീന ലോകത്തിൽ അംബേദ്കറിന്റെ പ്രസക്തിയെ ഉയർത്തിപ്പിടിക്കുവാനും വി ആർ അംബക്കറൈറ്റ് എന്ന് അഭിമാനപൂർവ്വം പറയുവാനും അതിൽ ചവിട്ടി നിന്നുകൊണ്ട് ഒരു ജനതയ്ക്ക് ഒരു വലിയൊരു ഭാവി തുറന്നു കൊടുക്കുവാനും നമ്മുടെ പരിശ്രമങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ 125ാം ജന്മദിനത്തിൽ എല്ലാവർക്കും ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി. പ്രിയ സഹോദരങ്ങളെ, അടുത്തതായി നമുക്കൊരു കുഞ്ഞുവാവയുണ്ട്. നമ്മുടെ പ്രശാന്ത് ചിഞ്ചുവിൻ്റെയും നമ്മുടെയും കുഞ്ഞാണ്. കാരണം നമ്മൾ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ എൻ്റെ പറയണമെന്നിരിക്കാൻ, കാരണം എല്ലാവിധ ആവശ്യവും തന്ന അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് വാവയുടെ പേരിൽ ചടങ്ങാണ്. ആ ചടങ്ങിന് വേണ്ടിയിട്ട് ബഹുമാന്യ അംബുജാക്ഷൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുകയാണ്. അതിൻ്റെ ചടങ്ങുകളാണ് ഇനി അടുത്ത നടക്കുന്നത്.